അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീട് എന്നുള്ളത് ഒരു സൗഭാഗ്യമാണ്. പലപ്പോഴും നമ്മളോടൊക്കെ ചോദിച്ചാൽ നിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ പല ആളുകളും പറയും എനിക്ക് നല്ലൊരു വീട് വെക്കണം. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് ചെലവഴിക്കുന്നത് വീട് വെക്കാനായിരിക്കും. വീടില്ലാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. ഗൾഫിലേക്കൊക്കെ പല ആളുകളും പോകുന്നത് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ്. ഇനി വീട് നിർമ്മിച്ചാൽ തന്നെ അത് പരമാവധി മോടി പിടിപ്പിച്ച് അലങ്കരിക്കാൻ നമ്മളൊക്കെ എന്തെങ്കിലും ശ്രദ്ധിക്കും. ദുനിയാവിൽ ഒരു വീടുണ്ടാക്കി അതിൻ്റെ പണികളൊക്കെ പൂർത്തിയാക്കി അതിൽ ഒരു ദിവസം താമസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. അപ്രകാരം സ്വർഗത്തിലും അള്ളാഹു വിശ്വാസികൾക്ക് ചില വീടുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൂടി സമ്പാദിക്കാൻ, അതുകൂടി സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കണം. ചില കർമ്മങ്ങൾ ചെയ്താൽ നമുക്കും സ്വർഗത്തിൽ വീട് ലഭിക്കാൻ അത് കാരണമാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, മൻ ബന മസ്ജിദൻ ലില്ലാഹി തആല ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ദുനിയാവിൽ ഒരു ഭവനം നിർമ്മിച്ചാൽ സ്വർഗത്തിൽ അവന് വേണ്ടി അള്ളാഹു തആല ഒരു വീട് നിർമ്മിക്കുന്ന. ഇന്ന് പള്ളികളില്ലാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ, നൂറുകണക്കിന് ആളുകൾ നമസ്കരിക്കാനുള്ള പ്രദേശമായിരിക്കും. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ ഒരു പള്ളി അള്ളാഹുവിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അവിടെ നിർമ്മിച്ചാൽ സ്വർഗത്തിൽ അള്ളാഹു തആല നമുക്ക് വേണ്ടി ഒരു വീട് നിർമ്മിക്കുക. ദുനിയാവിലെ ഒരു വീടുണ്ടാക്കാനുള്ള കഷ്ടപ്പാടുകൾ നാം സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ ഒരു ദിവസം താമസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്രകാരം സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കഴിവുണ്ട് എങ്കിൽ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഒരു ഭവനം ഈ ദുനിയാവിൽ നിർമ്മിച്ച് നൽകാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മെ ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.